ഇത് ലിനോവയുടെ ടാബാണ്. ലിനോവയുടെ E8 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബാണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 7 ആണ് വരിക. ആൻഡ്രോയിഡ് 7.0 ഉണ്ടല്ലേ. ഇതിൽ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതിൽ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലേ, യൂട്യൂബ് ഇതിൽ വർക്കാവില്ല. യൂട്യൂബ് ഇങ്ങനെ കാണിക്കുക. ഇത് നമ്മളിന്നിപ്പോൾ എത്ര റീട്രൈ അടിച്ചാലും ഈ സംഭവം ഇതിലേക്ക് വരില്ല. ഈ സാധനം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിലും എന്ത് ചെയ്യില്ല, യൂട്യൂബ് ഇതിൽ അപ്ഡേറ്റ് കാണിക്കും. പക്ഷെ അപ്ഡേറ്റ് ചെയ്താലും എന്താ വലിയ അത് വർക്കാവില്ല. നമുക്ക് നോക്കാം. നമ്മളത് ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കിയാലും ഇത് ഇങ്ങനെയാണ് കാണിക്കുക. ഇല്ല, ഇങ്ങനെയാണ് ഇത് കാണിക്കുക. അപ്ഡേറ്റ് യുവർ ആപ്പ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനില്ല. ഇത് എന്താ ഓപ്പണും അൺഇൻസ്റ്റാളും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ യൂട്യൂബ് വർക്ക് ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ കൂടെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സോഫ്റ്റ്വെയർ അതിലുണ്ടാവും. 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും. ഒന്ന് വരുന്നത് ഇതാണ്, ഈ മൈക്രോജി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ ആൻഡ്രോയിഡ് 7 എന്നാണ് അതിൽ ആൻഡ്രോയിഡ് 7 യൂട്യൂബ് എന്നാണ് കാണിക്കുക. അപ്പോൾ ഈ 2 സാധനമാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ 2 സാധനങ്ങൾ നമ്മൾ ആ 2 ആപ്ലിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മൈക്രോജി എന്നുള്ള സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യൂട്യൂബിൻ്റെ ഇത് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് യൂട്യൂബ് ലൈറ്റ് കിട്ടും. യൂട്യൂബ് ലൈറ്റ് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ യൂട്യൂബ് അതുപോലെ നല്ല അടിപൊളിയായിട്ട് യൂട്യൂബ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ നെറ്റിൻ്റെ ഒരു ഇതുണ്ട്, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് സാധാരണ നോർമലി പോലെ യൂട്യൂബ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതാ ഷോർട്സും ഒക്കെ നോർമലായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.